ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഡേ 3 അറ്റ് ഗബാല. ആദ്യം തന്നെ നമുക്ക് ഫുഡ് അടിയിലോട്ട് കിടക്കാം. ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മളിപ്പോൾ കഴിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ ഈ ഒരു 3 ഡേയ്സിൻ്റെ ഉള്ളിൽ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയായിരുന്നു കേട്ടോ, ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ ഓംലെറ്റിൻ്റെ പല വെറൈറ്റി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർ ലൈവായിട്ട് കുക്ക് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതേപോലെ ഹണിയൊക്കെ അതിൻ്റേതായ ആ ഒരു ഒറിജിനൽ ഫോർമാറ്റിൽ അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഞങ്ങളെ കോസ്റ്റ്യൂമൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫുൾ സെറ്റാണ്. ഇന്ന് ഗബാല ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് നമുക്ക് മൊത്തം 2-3 ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്ക് ഗബാലയിൽ മഡ് വോൾക്കാനോ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടുഫൻഡാങ് സ്കീ റിസോർട്ടിലേക്ക് നമുക്ക് പോകണം. ടുഫൻഡാങ് എന്ന് പറയുന്നത് ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അവിടെ ബഗ്ഗി ഓടിക്കാം, മഞ്ഞത്ത് കൂടെ ബഗ്ഗി ഓടിക്കാം, ബൈക്ക് ഓടിക്കാം, സ്കേറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫെസിലിറ്റീസാണ്. ആക്ച്വലി ഇത് ലോവർ ഗ്രൗണ്ട് ഫ്ലോറിൽ അണ്ടർഗ്രൗണ്ടിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ സ്റ്റീം ബാത്ത്, സൗന, ജാക്കുസി, മസാജ് സെൻറ്റർ, സ്പാ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പുറത്തും ഉണ്ട്. അത് പക്ഷേ നമ്മുടെ ബുക്കിങ്ങിൽ ഇൻക്ലൂഡിങ് അല്ല, നമ്മൾ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം സ്പാ സർവീസിന് വേണ്ടിയിട്ട്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെന്നുള്ളേ ഉള്ളൂ. ഇവിടെ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇന്നലത്തെ വീഡിയോയിലും ഇന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഈ ഒരു ഹോട്ടലിൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഗബാല ഹോട്ടൽ, ഗാർഡൻ ഹോട്ടൽ എന്നാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്പായും മസാജും ഒക്കെ ലേഡീസിന് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ജെൻസിന് ചെയ്യാൻ പറ്റുന്നതല്ല, ലേഡീസിന് മാത്രമേ അവൈലബിൾ ഉള്ളൂ. നമ്മളിനി റൂമിലൊക്കെ പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ ഇന്നലെ തന്നെ പാക്ക് ചെയ്ത് വെച്ചു കുറച്ച്. പിന്നെ സ്കാറ്റേർഡ് അറൗണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, ലൈക്ക് മേക്കപ്പ് ആൻഡ് സ്റ്റഫ്സ് ലൈക്ക് ദാറ്റ്. ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ ഈ റൂം ബിഫോർ കണ്ടിട്ടുണ്ടാവും. ഇനി ഞങ്ങൾ താമസിച്ചതിന് ശേഷമുള്ള കോലം നിങ്ങൾ ജഡ്ജ് ചെയ്യരുത് കേട്ടോ. വളരെ ദയനീയവും പരിതാപകരവുമായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത്രയും മെസ്സി ആക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. ലുക്ക്, ഓ മൈ ഗോഡ്. നിങ്ങൾക്ക് ഇവിടുത്തെ വ്യൂ ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ലല്ലോ. മൈനസിലാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല തണുപ്പാണ്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ ഒരു സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. ഇത്രയും തണുപ്പത്ത് ആ സ്വിമ്മിങ് പൂള് വെറുതെയാണ്. തണുപ്പില്ലാത്ത സമയത്ത് വന്നാൽ നിങ്ങൾക്ക് അതൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ, ആ സ്വിമ്മിങ് പൂളൊക്കെ. ഹായ്. അപ്പോൾ ഗൈസ്, നമുക്കിനി റൂമിലെ കാഴ്ചകൾ അധികം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ ടൈമില്ല. നമ്മുടെ ഡ്രൈവർ, നമ്മുടെ ഗൈഡ് വരാനായിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി നമുക്ക് പെട്ടിയിലാക്കിയിട്ട് വേണം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വേണ്ടിയിട്ട് പോകാൻ. നമുക്ക് ഗബാല ഫുള്ള് കിടക്കുകയാണ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ടുഫൻഡാങ് മൗണ്ടൈനിലാണ്. ടുഫൻഡാങ് മൗണ്ടൈനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവിടെ കേബിൾ കാറൊക്കെ ഉണ്ട്. നമുക്ക് അതിലൊക്കെ ഒന്ന് കയറണം, എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെ ഉണ്ടാവുമോ എന്തോ, ഭയങ്കര തണുപ്പാണെന്ന് നമ്മുടെ ഗൈഡ് ഓൾറെഡി നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷങ്ങൾ അവിടെ നിന്ന്. നല്ല തണുപ്പാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പം ഉള്ളത് എവിടെ? ഗബാലയിലാണ്. നമ്മൾ റോപ്പ് ലൈനിൽ കയറാൻ പോവാണ് കേട്ടോ. റോപ്പ് ലൈൻ നല്ല തണുപ്പാണ്, ഐസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഗൈസ്, ഒരാളുടെ ടിക്കറ്റിന് 23 മന്നത്താണ്. 23 മന്നത്ത് ആണ് നമ്മൾ കൊടുത്തത്. 46 ടോട്ടല്. നമ്മൾ ഇതിനകത്താണ് കേട്ടോ പോകാൻ പോകുന്നത്. നല്ല തണുപ്പുണ്ട്. ഇക്കുന് ഗ്ലൗസ് ഇല്ല, ഒരു ഗ്ലൗസ് വാങ്ങണം. ഓക്കെ, എൻ്റെ അത് നിന്ന് തരില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മള് കേബിൾ റോപ്പ് ലൈനിലാണ് ഉള്ളത്. ഇപ്പോൾ ഇത് അടഞ്ഞിട്ടുണ്ട്. ഓക്കെ,
Look at it. It's so beautiful from here. Wow. Hazelin, wake up. Look at it. Is it big? നല്ല വ്യൂ ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓരോ സ്റ്റേഷൻ സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ഇനി സ്കീ ഡൈവിംഗ് ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. See? It's so beautiful. ഈ ഒരു കേബിൾ കാറിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് ഇപ്പം തന്നെ കഴിയും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നമുക്കിത് കണ്ടു കഴിയാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല ഗൈസ്. 7 സ്റ്റോപ്പുകളുണ്ട്. 7 സ്റ്റോപ്പിലും വ്യത്യസ്തമാർന്ന കാഴ്ചകളാണ്. 7 സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങിയിട്ട് കേബിൾ കാർ മാറി കയറണം. ഓക്കെ, അപ്പോൾ 7 സ്റ്റോപ്പും ഡിഫറെൻറ്റ് ലുക്കാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഓരോ സ്റ്റോപ്പ് തോറും നമ്മൾ കയറും തോറും, ഓരോ സ്റ്റോപ്പ് നമ്മൾ ഇറങ്ങും തോറും, ഓരോ ഉയരങ്ങളിൽ നമ്മൾ എത്തും തോറും ഡിഫറെൻറ്റ് കാഴ്ചകൾ, വെറൈറ്റി കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ഇത് ഫസ്റ്റ് സ്പോട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്ത് വേറൊരു വെറൈറ്റി ലുക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മഞ്ഞും കുറച്ച് അല്ലാത്തതും, മീൻസ് തണുപ്പ് കുറവായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് പോകും തോറും, മൗണ്ടൻ കയറും തോറും തണുപ്പ് കൂടി വന്നു, മഞ്ഞും കൂടി വന്നു ഗൈസ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു ഭയങ്കരമായ സൗണ്ട് എന്തിൻ്റെയാണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അത് ആക്ച്വലി ഈ മഞ്ഞ് ഇങ്ങനെ ഐസ് കട്ടയായിട്ട് ഇങ്ങനെ കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ പൊടിച്ചിങ്ങനെ ഇടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 സ്റ്റോപ്പുകളിലും വാഷ്റൂം ഉണ്ട്, കഫേസ് ഉണ്ട്, ഡിഫറെൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കോൺ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. കോണൊക്കെ ഇങ്ങനെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നല്ല ചൂടായിട്ട് കോഫി കിട്ടുന്നുണ്ട്. കോൾഡ് കോഫി, ഹോട്ട് ചോക്ലേറ്റ്, ഹോട്ട് കോഫി, അങ്ങനത്തെ ഒക്കെ ഓരോ സ്പോട്ടുകളുണ്ട് ഇവിടെ. ഹെസമോൾ ഇടയ്ക്ക് വെച്ച് ഉണർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയാണ് മഞ്ഞൊക്കെ. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്രയും മഞ്ഞുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് അവൾ ജനിച്ചിട്ട് ഇങ്ങനൊരു മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ കുഞ്ഞാവേനെയും കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും സെക്യൂറായിട്ടാണ് നമ്മൾ അവളെ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ക്ലോത്ത്സൊക്കെ ഒരുപാട് ലെയർ ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പാൻറ്, സോക്സ് പോലത്തെ ഈ ഒരു പാൻറ്റില്ലേ, ഇതുപോലും ഒരു 3 ലെയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ലെയറാണ് കട്ടിയുള്ള പാൻറ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് ബൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ 2 ടീഷർട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തത്. അതിന് ശേഷമാണ് ജാക്കറ്റ് ഇട്ട് കൊടുത്തത്. അതേപോലെ തൊപ്പി, പിന്നെ ഫേസ് മാസ്ക്, ബ്രീത്തബിൾ ഫേസ് മാസ്കാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെറിയൊരു കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. കാരണം അവർക്ക് പെട്ടെന്ന് നമ്മളെപ്പോലെ ഇങ്ങനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും അസുഖം ട്രാവലിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ ദ ഹോൾ ട്രിപ്പ് വിൽ ഗോ സ്പോയിൽഡ്. അതേപോലെ കുഞ്ഞുങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല, നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു വിഷമമായി പോകും. അപ്പം നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ മഞ്ഞുള്ള സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ആ ഒരു രീതിക്ക് അത്രയും ലെയർ ഓഫ് ക്ലോത്ത്സ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് കുഞ്ഞിന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ കുഞ്ഞാവയ്ക്ക് ആവശ്യമുള്ള മരുന്നുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പനി വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളത്, ചുമ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളത്, അതേപോലെ ഞങ്ങളുടെ പാനഡോൾ ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന രീതിയിലാണ് എടുത്തത്. അസർബൈജാനിൽ കിട്ടാത്തൊരു സാധനമായിട്ടൊന്നും അല്ല കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സേഫ്റ്റി, പെട്ടെന്നൊരു എമർജൻസിക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ ബാൻഡേജ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പോകുമ്പം ചാർജിങ് സ്പോട്ട്, ഇവിടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേബിൾ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നമ്മുടെ സാധാരണ ഒരു അഡോപ്റ്റർ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ലെറ്റ്സ് കം ബാക്ക് ടു ദ കേബിൾ കാർസ്. കേബിൾ കാറിൻ്റെ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നമുക്കൊരു 3.5 to 4 hours എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 7 സ്റ്റോപ്പുകൾ സ്റ്റോപ്പ് ചെയ്ത് ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഓരോ സ്റ്റോപ്പിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോഴും ഈ ഒരു കേബിൾ
കേബിൾ കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പുതിയത്. അപ്പോൾ നമുക്കിങ്ങനെ അധികം നേരം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ തന്നെ അടുത്ത കുറേ 3-4 കേബിൾ കാർസ് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും നോൺ സ്റ്റോപ്പായിട്ട്. അപ്പം അതിൽ കയറേണ്ടവർക്ക് കയറാം, കയറണ്ടാത്തവർക്ക് കയറണ്ട, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമുക്കൊരു കേബിൾ കാർ സിംഗിളായിട്ടാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാനും ഇക്കും കുഞ്ഞാവയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മാത്രം തിരക്കുണ്ടെങ്കിൽ പോലും അത്രയധികം കേബിൾ കാർസ് അവിടെ ഇങ്ങനെ സർവീസിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ലൊക്കേഷനിലെത്തുമ്പോഴും ഓരോ ഡിഫറെൻ്റ് ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ലൊക്കേഷനിലെത്തിയപ്പോഴും നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ്, റീൽസ്, വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഓരോ സ്പോട്ടിൽ ഓരോ സ്റ്റേഷൻസും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓരോ സ്പോട്ടിലും ഡിഫറെൻറ്റ് കാഴ്ചകളാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ ഈ ഒരു ട്രിപ്പിന് പോകുന്ന ആൾക്കാർ എന്തായാലും നിങ്ങളൊരു ട്രൈപോഡ് കൂടെ കരുതുന്നത് നന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് സെൽഫായിട്ട് ക്യാമറയിൽ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ആരടുത്തെങ്കിലും ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ മതി. എല്ലാവരും എടുത്ത് തന്നോളണമെന്നില്ല. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ട്രൈപോഡ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും എന്നാലും വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്ന 2 വ്യക്തികളാണ് ഞങ്ങൾ. അപ്പോൾ ട്രൈപോഡ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു റിമോട്ട് കൺട്രോൾ ഉള്ള സംഭവം തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോന് വേണ്ടി ലോങ് പ്രസ്സും ഫോട്ടോസിന് വേണ്ടിയിട്ട് ഷോർട്ട് പ്രസ്സും നിങ്ങൾക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. നല്ല ആംഗിളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓണായിട്ട് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല ലൊക്കേഷൻസിലൊക്കെ നിങ്ങൾ ടൂറ് പോകുമ്പോൾ ആദ്യം നിങ്ങൾ കയ്യിൽ കരുതേണ്ട മെയിനായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ ഒരു ട്രൈപോഡ്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ലവർ ആണെങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റ് സ്പോട്ടിൽ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ സെക്കൻഡ് സ്പോട്ടിലോട്ടാണ് ലേക്ക് പോകുന്നത്. നമ്മളിനി സെക്കൻഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഹെസബേബിക്ക് കണ്ണൊന്നും കാണാൻ വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കൊച്ചിൻ ഹനീഫ മറ്റേ പടലി ആ സംഭവമാണോ? അതെ, തണുത്ത് കോച്ചിരിക്കുകയാണ്. അത്രയും മൈനസ് ടെമ്പറേച്ചറാണ്. -9 ഡിഗ്രി ഉണ്ടായിരുന്നു അല്ലേ? -9 അല്ല, ഗൈസ് ഇവിടെ ഫുള്ള് തണുപ്പാണ്, ഫുള്ള് ഐസാണ്. -10 ഒക്കെ ആയിട്ടുണ്ട്. പാക്കറ്റില്ലേ ബേബിക്ക് വിശക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ നമ്മള് റോപ്പ് വേയിലാണ്. നല്ല അഡ്വഞ്ചറസ് റൈഡാണിത്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. കൈയൊക്കെ വിറച്ചിരിക്കുകയാണ് ഗൈസ്. ഞാനാണല്ലോ ഗ്ലൗസ് എടുക്കാനും മറന്നുപോയി. ഫുള്ളി കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് ഏത് സൈഡിൽ നോക്കിയാലും നല്ല വ്യൂ ഉള്ളത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും റൈറ്റ് സൈഡിൽ കുറേ അവിടുത്തെ ലോക്കൽസൊക്കെ താമസിക്കുന്നുണ്ട്. സോ നമ്മൾ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴും അവിടുത്തെ ലോക്കൽസ് ഇങ്ങനെ നമ്മൾ നോക്കിയിരിക്കാറുണ്ട്. അവരിങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാറുണ്ട് അവിടെ. നട്ട്സൊക്കെ കൊണ്ടുവന്നിട്ട്. പക്ഷെ ചെറിയ പിള്ളേർ, നല്ല ഭംഗിയുള്ള കുഞ്ഞു പിള്ളേരാണ് ഇത് സെയിൽ ചെയ്യുന്നത്. പക്ഷെ അവർക്കൊരു ചെറിയ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് അവിടെ ഇരുന്ന് സെയിൽ ചെയ്യേണ്ടത്. അതെ, അവരവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചില ആൾക്കാർ സ്കാർഫ്, ക്യാപ്പ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ചില ആൾക്കാർ നട്ട്സ്, ചൂടുവെള്ളം, മറ്റേ ചായ അങ്ങനത്തെ ഒക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയൊരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു കേബിൾ കാർ. ഞാൻ ഇതുവരെ പോയിട്ടുള്ള ലൊക്കേഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കേബിൾ റൈഡ് തന്നെയായിരുന്നു എന്തായാലും. കാരണം ഇറ്റ് ഈസ് വർത്ത് ട്രൈയിങ് ഇറ്റ്. അത്രയും ഒരു 3 hours ജേർണി, അത്രയും ഒരു 3 hours നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും
വേർത്തിട്ടാണ്. നമുക്ക് അത്രയും വർത്ത് അല്ലാന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങ് എൻഡ് വരെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഏതായാലും ഹെസ ബേബി ഒന്നും അറിയാണ്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നത് തണുപ്പത്ത് കോച്ചിരിക്കാന്നാണ്. പക്ഷെ അങ്ങനെ തീരെ തണുക്കുന്ന രീതിയിലല്ല നമ്മൾ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യ വീഡിയോയിൽ എല്ലാ വീഡിയോസിലും ത്രൂ ഔട്ട് അസർബൈജാനിലെ എല്ലാ വീഡിയോസിലും നമ്മൾ പറഞ്ഞ കണക്ക് തന്നെ അവൾ ഒരുപാട് ലെയർ ചെയ്തിട്ടായിരുന്നു നമ്മളിങ്ങനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് ഗായ്സ്, ഞങ്ങള് സ്റ്റോപ്പ് നമ്പർ 2 എത്തി. നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ഗ്ലൗസ് വാങ്ങാനുണ്ട് എന്നൊക്കെ. ഇതാണ് ഗബാല എൽമിന റെസ്റ്റോറന്റ്. ഇവിടെ നല്ലൊരു അടിപൊളി വാട്ടർഫോൾ ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ മരങ്ങളിലൊന്നും ഇലകളില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. എന്തായാലും മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളാണിത്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചകളും കണ്ടിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് കാണുന്നതാണ് ഈ ഒരു സംഭവം. ഇവിടെ നല്ലൊരു വാട്ടർഫോളൊക്കെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാട്ടർഫോളിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അനങ്ങാണ്ട്. ബാക്കി വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നല്ല രസമില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്തായാലും ഈ ഒരു കേബിൾ കാർ റൈഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു ഓഫ് റോഡ് പോകുന്നത് മഡ് വോൾക്കാനോ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളെ വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ വേറെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അവരുടെ വണ്ടിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ പെർ ഹെഡ് നമ്മളെടുത്തുനിന്ന് 20 മന്നത്താണ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ആ ഒരു പതിവ് സംഭവം തന്നെ ഞങ്ങൾക്ക് എക്സ്ട്രാ ടിപ്പ് വേണം എന്നുള്ളൊരു സംഭവം അവർ ചോദിച്ചു വാങ്ങിക്കും കേട്ടോ. അസർബൈജാനിൽ അങ്ങനൊരു സംഭവമുണ്ട്. അവിടെ നിന്ന് എന്ത് സർവീസ് നമ്മളെടുത്താലും നമുക്ക് ടിപ്പ് കൊടുക്കാണ്ട് പോരാൻ പറ്റില്ല. ഇതാണ് ആ ഒരു മഡ് വോൾക്കാനോ. ഈ ഒരു മഡ് വോൾക്കാനോ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭൂമിക്കടിയിൽ നല്ലൊരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസും ഈ ഒരു വെള്ളവും കൂടെ മിക്സ് ആകുമ്പോഴാണ് ഈ ഒരു ബബിൾ ഫോം ആവുന്നത്. ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് ഇല്ലാത്ത സംഭവങ്ങളിൽ തീ കത്തുകയും ചെയ്യും. ഇപ്പം നമ്മളിത് കത്തിച്ച് കഴിഞ്ഞാൽ ഇത് കത്തും കേട്ടോ. അപ്പോൾ ഇത് എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കും ഈ ഒരു മഡ് വോൾക്കാനോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് ഓയിലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതെല്ലാം കണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് പുറപ്പെട്ടു പോന്നു. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ഈ ഒരു റെസ്റ്റോറൻ്റാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒരു വെറൈറ്റി തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അലാവുദ്ദീൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് അങ്ങനെ നല്ലൊരു രീതിയിലൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ നല്ല ഐറ്റംസൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖലീഫ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നില്ലായിരിക്കും. പക്ഷേ എനിക്കൊരു വലിയ സംഭവമായിട്ട് തോന്നും. ഇവരുടെ ഫുഡിലൊന്നും ഉപ്പിടില്ല. ഉപ്പിടാണ്ടാണ് നമുക്കിതെല്ലാം സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് അവരോട് റിക്വസ്റ്റ് ചെയ്യണം. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ടേസ്റ്റ് ബട്ടിന് പറ്റിയ അത്ര പോലും ഉപ്പ് അവരുടെ ഒരു ഫുഡ് ഐറ്റംസിലും ഉണ്ടാവില്ല ഈ ഒരു ഖലീഫ റെസ്റ്റോറൻറ്റിൽ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോൾട്ട് ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യത്തില്ല. നമ്മളോട് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾ ഭക്ഷണത്തിൽ സോൾട്ട് ചേർക്കുള്ളൂ എന്നൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഖലീഫ റെസ്റ്റോറൻറ്റിലാണ് നിങ്ങൾ എത്തിപ്പെടുന്നതെങ്കിൽ പ്ലീസ് ആഡ് സോൾട്ട് എന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അവർ സോൾട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഒരു വെറൈറ്റി ബിരിയാണി നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബീഫ് ബിരിയാണി, പിന്നെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ മഷ്റൂം ഒക്കെ വരുന്നൊരു സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. സംഭവം ഉപ്പില്ലെങ്കിൽ എന്താ ടേസ്റ്റായിരുന്നു. നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓക്കെ ആയി. പിന്നെ നമ്മളൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലത്തെ. ഇപ്പോൾ ഗൈസ്, പിന്നെ ഈ ഒരു ഗ്രീൻ ലീഫ്, ഇത് ആക്ച്വലി ഗ്രേപ്പ് ലീഫിൽ വരുന്ന ഫില്ലിങ്സ് ആണ്. ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് അസർബൈജാനിൽ ഇതിനെ ഡോൾമ എന്നാണ് പറയുന്നത്. നമുക്ക് UAE ഈ ഒരു ഐറ്റം കിട്ടും. പക്ഷേ എനിക്ക് കഴിക്കാനുള്ള ധൈര്യം ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കതൊന്ന്
ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അത് ട്രൈ ചെയ്തതോടുകൂടി ഞാൻ അതിനെ വെറുത്തു പോയി ഗൈസ്. എനിക്ക് ആ ഒരു ടേസ്റ്റ് പറ്റിയിട്ടില്ല. ചിലർക്ക് ആ ഒരു ടേസ്റ്റ് പറ്റുമായിരിക്കും, ബട്ട് എനിക്ക് ആ ഒരു ടേസ്റ്റ് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. എനിവേ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഗബാലയിൽ നിന്ന് തിരിച്ചു വന്നത് ഐറിസ് ഹോട്ടലിലേക്ക് തന്നെയാണ്. അതായത് നമുക്ക് ഡേ 1 കിട്ടിയൊരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ ഇത്. ബട്ട് റൂം മാത്രം വ്യത്യാസമുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്യാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും അസർബൈജാനിൽ പോകാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് ഓൺലൈനിൽ നിന്ന് ഈ ഒരു ഐറിസ് ഹോട്ടലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അത്ര വലിയ റേറ്റൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ല ആംബിയൻസും നല്ല സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റും. കാരണം ഒരുപാട് ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രമേ അവർ എൻ്റർടൈൻ ചെയ്യുന്നുള്ളൂ ഇങ്ങനെ. അപ്പോൾ സേഫസ്റ്റ് ഹോട്ടലാണ് താമസിക്കാൻ വേണ്ടിയിട്ട് അസർബൈജാനിൽ പോകുമ്പോൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെസ ബേബിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇന്ന് 12 മണിയോടുകൂടി എൻ്റെ ഹെസ ബേബിക്ക് ആദ്യത്തെ 1 വയസ്സ് പൂർത്തിയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അൽഹംദുലില്ലാഹ് ഫോർ എവറിത്തിങ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ